പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പഠിച്ച് അത് വിഭജിപ്പാനൊക്കെ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ നല്ല അധ്യാപകനായിരിക്കാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ക്രിസ്തീയ നേതാവിന്, നമ്മളത് നാരോ ഡൗൺ ചെയ്തു വന്നു. ഒരു ക്രിസ്തീയ നേതാവിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തത്, ഹി ഷുഡ് ഹാവ് എ കോൾ. അവനൊരു വിളിയുള്ളവനായിരിക്കണം. വിളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിയെ 3 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഹി ഷുഡ് ഹാവ് എ ജനറൽ കോൾ ടു ഫോളോ ജീസസ്. അവൻ യേശുവിനെ അനുഗമിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനായിരിക്കണം. 2, അവനൊരു പക്ഷേ അങ്ങനെ ഉള്ളവൻ്റെ ജീവിതത്തിൽ ഒരു മിനിസ്റ്റീരിയൽ കോൾ ഉണ്ടായിരിക്കും. ദൈവസഭയെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ആ 5 വിധ ശുശ്രൂഷകൾക്കുള്ള ഒരു ഏതെങ്കിലും ഒന്നിനുള്ള വിളി ഉണ്ടായിരിക്കും, നമ്മൾ പഠിച്ചു. 3 പഠിച്ചു, ഇതൊന്നും അല്ലാതെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനായിട്ട് ദൈവം ചിലരെ എന്ത് ചെയ്യാറുണ്ട്? വിളിച്ചാക്കാറുണ്ട്, ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി. നമ്മൾ കണ്ടു, മോശയെ വിളിച്ചത് ഇസ്രായേലിനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ്. നോഹയെ ദൈവം വിളിച്ചത് ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കാനായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ബെസലേലിനെയും ഹുവേലിയേലിനെയും ദൈവം വിളിച്ചത്, വേർതിരിച്ചത് ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിലെ സങ്കീർണങ്ങളായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ കൊണ്ട് പറ്റത്തില്ല അതൊന്നും ഉണ്ടാക്കാനായിട്ട്. നമ്മൾ പിന്നെ കണ്ടു, നെഹമ്യാവിനെ വിളിച്ചത് യെരുശലേമിൻ്റെ മതിൽ പണിയാൻ വേണ്ടിയാണ്. കോരസിനെ വിളിച്ചത് തൻ്റെ ജനത്തെ വിട്ടയക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വേദപുസ്തകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ദൗത്യങ്ങൾക്ക് വേണ്ടി വിളിച്ചവരെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരാരും സഭാ ശുശ്രൂഷയിലായിരുന്നില്ല, പ്രവാചകന്മാരായിരുന്നില്ല, പുരോഹിതന്മാരായിരുന്നില്ല, എന്ന് പറഞ്ഞാൽ നാം ശുശ്രൂഷ എന്ന് എണ്ണുന്ന പല കാര്യങ്ങളിലായിരുന്നില്ല അവരാരും തന്നെ. പക്ഷേ ദൈവം അവരെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വിളിച്ചവരാ, അതിലവരെ വിശ്വസ്തരായിരുന്നു. ഇനി ആ വിളിയുടെ ശ്രേഷ്ഠത, അല്ലെങ്കിൽ ദ യുണീക്ക്നെസ് ഓഫ് അവർ കോൾ, നമ്മുടെ വിളിയുടെ പ്രത്യേകത എന്താണെന്നാണ് ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ നിർത്തിയത്. 1, ഇറ്റ്സ് എ ഹെവൻലി കോളിംഗ്. ഇത് സ്വർഗീയ വിളിയാ, അഥവാ ദൈവമാണ് നമ്മുടെ വിളിയുടെ കാരണക്കാരൻ, ഉപജ്ഞാതാവ്. അത് നമ്മൾ എഴുതിയ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളത് വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി, ഇത് ശുശ്രൂഷന്മാരെ കുറിച്ച് മാത്രം പറയുന്നതല്ല, ഇതിൽ ഏത് വിളിയിൽപ്പെട്ടവനും ഈ ഒരു കാര്യം ബോധ്യം ഉണ്ടായിരിക്കണം. ഐ ആം കോൾഡ് ബൈ ഗോഡ്. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. കർത്താവിനെ പിൻപറ്റാനാണെങ്കിലും, കർത്താവിനെ സേവിപ്പാനാണെങ്കിലും, ഏതെങ്കിലും ദൈവരാജ്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദൗത്യം ചെയ്യാനാണെങ്കിലും, യു ആർ കോൾഡ് ബൈ ഗോഡ്. ദൈവം തന്നെ അതിനെ വിളിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം വേണം. 2, ഈ വിളിയുടെ പ്രത്യേകത നമ്മൾ രണ്ടാമത് കണ്ട എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ ഹോളി കോൾ. ഇതൊരു വിശുദ്ധ വിളിയാണ്. കാര്യം എന്നാ? നീ കൈകാര്യം ചെയ്യാൻ പോകുന്നത് വിശുദ്ധമായ കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഹോസ്പിറ്റലൊക്കെ കയറുമ്പോൾ, ICUലൊക്കെ കയറുമ്പോൾ സാധാരണ കയറുന്ന പോലെ ഒരാൾക്ക് കയറാനൊക്കത്തില്ല, പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് കുറേയും കൂടെ സങ്കീർണമായി. സാനിറ്റൈസ് ചെയ്യണം, ചെരുപ്പുകൾ മാറ്റണം, അവരൊരു പ്രത്യേക ഡ്രസ്സ് തന്നെ ഇടും നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട്. എന്താ കാരണം? നീ കടന്നു ചെല്ലാൻ പോകുന്ന സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല. അപ്പോൾ ദൈവമക്കളായ എല്ലാ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഓർക്കണം, നാം ചെയ്യുന്ന ശുശ്രൂഷ സാധാരണകരമായൊരു ശുശ്രൂഷയല്ല. ഇറ്റ്സ് എ ഹോളി, വിശുദ്ധമായിരിക്കുന്നൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ വിളി എന്ന് വിളിക്കാൻ കാരണം. 3-ാമത് നമ്മൾ കണ്ടു, അതെന്തോന്ന്? നല്ലൊരു പോർ പൊരുതാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിളിയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അത് വിശ്വാസിയാണെങ്കിലും, 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അല്ലേ,
അത് വിശ്വാസിയാണെങ്കിൽ ഏതൊരു ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിലും ഹീസ് ഇൻ എ ബാറ്റിൽ ഫീൽഡ്. അവന് ഒരു പോർക്കളത്തിലാണ് എന്നൊരു ബോധ്യമുണ്ട്. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്. അതാ പറയുന്നത്. ഇതെന്തായിട്ട് വിചാരിക്കരുത്, ഒരു ലൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ലഘുവായിട്ട് ചിന്തിക്കരുത്. യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. ഈ യുദ്ധക്കളത്തിലാണ്. അടുത്തത് നമ്മൾ കാണിച്ചു ഏതാ? പരമവിളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? മഹത്വകരമേറിയ ശ്രേഷ്ഠമായിരിക്കുന്നൊരു വിളിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തത് ഈ വിളിയുടെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്തോ അതിൻ്റെ റെഫറൻസ് തന്നില്ലേ പരമവിളിയുടെ? ഫിലിപ്പിയർ 3:14. ഫിലിപ്പിയർ 3:14. അതിൽ തന്നെ പറയുന്നു അവൻ്റെ മഹത്വം പ്രാപിക്കാനാണ് വിളിച്ചിരിക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം അല്ലേ? ഒന്ന് വായിച്ചു. 14 14-ാം വാക്യം. അവൻ്റെ മഹത്വം പ്രാപിക്കുന്നതിനും കൂടെ വേണ്ടിയാ ദൈവം നമ്മെ. അടുത്തതിനെക്കുറിച്ച് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. വാട്ട് ഇസ് അതിൻ്റെ അർത്ഥം എന്നാ? യു ആർ കോൾഡ് വിത്ത് എ പർപ്പസ്. നിന്നെ ദൈവം വിളിച്ചത് ഒരു ഉദ്ദേശത്തോടു കൂടിയാ. നിർണയം എന്നുള്ള വാക്കിന് മലയാളത്തിൽ അത്ര കൃത്യം വരുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ യു ആർ കോൾഡ് വിത്ത് എ പർപ്പസ്. അപ്പം ദൈവം വിളിച്ചിരിക്കുന്ന എല്ലാവരെ കുറിച്ചും ദൈവത്തിന് എന്തുകൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. ചുമ്മാ അതിലേ നടക്കാൻ വേണ്ടിയിട്ടല്ല വിളിച്ചേക്കുന്നത്. യു ആർ കോൾഡ് വിത്ത് എ പർപ്പസ്. അപ്പം ലീഡർഷിപ്പിരിക്കുന്ന ആൾക്ക് ഇത്രയും ബോധ്യം ഉണ്ടായിരിക്കണം. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടാ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? I have no option to do anything other than what the Lord expects me. എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന അല്ലാതെ വേറൊന്ന് ചെയ്യാൻ എനിക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഐ ഹാവ് നോ ഓപ്ഷൻ. എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് എന്തില്ല. അതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണോ ഉദ്ദേശിച്ചേ? അതല്ല. എനിക്ക് എപ്പം വേണമെങ്കിലും ഇത് കളഞ്ഞു പോവാം. പൗലോസിനോട് കൂടെ യാത്ര ചെയ്ത എത്രയോ പേരെ പിന്നെ കാണുന്നില്ല നമ്മൾ ഇല്ലേ? ദേമാസ് പൗലോസിനോട് കൂടെ വളരെ ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പോരാളിയായിരുന്നു. ലോകത്തെ സ്നേഹിച്ച അവൻ എന്ത് ചെയ്തു? അവൻ്റെ പാട് നോക്കിപ്പോയി. എനിക്ക് പോകാൻ പറ്റില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പൗലോസ് അതിനാ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴിയില്ല. കാരണം ഐ നോ ദ പർപ്പസ് ഓഫ് മൈ കോൾ. എനിക്ക് ലോകത്തിൽ വേറെ എന്നാ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭ വിട്ടു പോകത്തുമില്ല, ഈ വേലയും വിട്ടു പോകത്തില്ല. കാരണം ഇതിനാ ദൈവം എന്നെ വിളിച്ചേക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്നല്ല പറഞ്ഞത്. കർത്താവ് തന്നെ വിളിച്ചത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം? പോവാം. ഏതാ? താൻ വിളിച്ച് അധികാരം കൊടുത്ത് ശുശ്രൂഷയെ കൊണ്ടു നടന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാനൊക്കെ അധികാരം കൊടുത്ത ശിഷ്യന്മാരോട് താൻ ഒരു ദിവസം പറഞ്ഞു, പോണോ? പോവാം. നിങ്ങളിവിടെ ആരും ഇവിടെ പിടിച്ചു കിട്ടിയിട്ടൊന്നുമില്ല. പോണെങ്കിൽ പോവാം. അതിന് മറുപടി എന്തുവായിരുന്നു? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോകാനാ? ആ വിധത്തിലുള്ളൊരു ബന്ധമാണ് കർത്താവുമായിട്ട് നമുക്കുണ്ടായിരിക്കണ്ടേ. അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ശുശ്രൂഷയുമായിട്ട് നമുക്കുണ്ടായിരിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ ഒരു ദൈവിക ശുശ്രൂഷ നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യു ആർ മാരീഡ് ഇൻ ടു ദാറ്റ് മിനിസ്ട്രി. നീ ആ ശുശ്രൂഷയിലേക്ക് എന്ത് ചെയ്തിരിക്കുക? വിവാഹിതനായിരിക്കുക. ഇനി എന്തുവാ? മരണത്താലല്ലാതെ വേർപിരിയുന്ന ഒരു ബന്ധവുമില്ല. അപ്പം ഭാര്യയേക്കാൾ കൂടുതൽ സ്ഥാനം ശുശ്രൂഷയ്ക്ക് കൊടുക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ബട്ട് ദിസ് ഈസ് എൻ ഇൻസെപ്പറബിൾ
വേർപിരിയാനാവാത്ത ഒന്നാണ്. നീ ശുശ്രൂഷകനാകുന്നതിന് മുൻപ് വിവാഹിതനാണെങ്കിൽ നീ വിവാഹം കഴിച്ചതിന് ശേഷം ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ വിവാഹം കഴിക്കുന്നതിന് ശേഷമല്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് മിനിസ്ട്രി. അത് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. മിനിസ്ട്രി വിൽ ബി നമ്പർ 1 പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്. അത് നിന്നെ അവഗണിക്കുമെന്നല്ല പറഞ്ഞേ. എൻ്റെ ശുശ്രൂഷയ്ക്ക് എതിരെ ഒരിക്കലും എന്ത് ചെയ്യരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മതി നമുക്ക് കല്യാണം. ശുശ്രൂഷനെ കല്യാണം കഴിച്ച് വെച്ച് പിന്നെ അതിന് ഉടക്കം നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശുശ്രൂഷനെ വിവാഹം കഴിച്ചതിന് ശേഷമേ ശുശ്രൂഷയ്ക്ക് ഭർത്താവിനെ എതിര് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. ഐ എം സോറി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ നേരെ തിരിച്ചാ, ഞാൻ വിവാഹം കഴിച്ചത് ശുശ്രൂഷകനെയൊന്നുമല്ല, ഞാൻ റബ്ബർ വെട്ടുകാരനെ കല്യാണം കഴിച്ചാൽ മര്യാദയ്ക്ക് റബ്ബർ വെട്ടിയിട്ട് ശുശ്രൂഷയ്ക്ക് പോയാൽ മതി എന്ന് പറയാനുള്ള എവരി റൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായത്, നീ ടാക്സി ഓടിക്കുകയെന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചേ, നീ അത് ഓടിച്ചിട്ട് മതി ബാക്കി പരിപാടിയൊക്കെ. ഇപ്പോൾ എവിടുന്ന് വന്നു ഈ വിളി? നിനക്ക് പണി കൂടുതലായതുകൊണ്ടോ? നോ 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 നോ. എന്നാൽ ഒരു ശുശ്രൂഷകനാണെന്ന് അറിഞ്ഞ് വിവാഹം കഴിച്ചെങ്കിൽ ഡു ഓൾ യു ക്യാൻ ടു സപ്പോർട്ട് ഹിസ് മിനിസ്ട്രി. അവിടെ തെറ്റ് തിരുത്തരുതെന്നോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുതെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്തങ്ങളെ മറന്ന് ജീവിക്കുന്നെങ്കിൽ ചെവിക്ക് പിടിച്ച് ചെയ്യിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. കാരണം വചനം പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. യു ഹാവ് ടു ഡു ഇറ്റ്. മക്കളെ ഉണ്ടാക്കിയിട്ട് വെച്ച് കർത്താവിനെ വിളിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, പോരുത്. അങ്ങനെയാണെങ്കിൽ ഇതിനെയും കൂടെ രാവിലെ പോകുമ്പോൾ വിസിറ്റ് ചെയ്യാൻ നേരത്ത് ഇതിനെയും കൂടെ കൊണ്ടുകൊള്ളാൻ പറയണം. അല്ലെങ്കിൽ ഇതിനുള്ള കാര്യം ചെയ്തേച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, പോകാനായിട്ട്. നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത എന്തോ നമ്മൾ മനസ്സിലാക്കണം. ഇനിയുണ്ട് ഒത്തിരി ആ വിളിയെക്കുറിച്ച് പറയാം. പക്ഷേ ഞാനതൊന്നും നമ്മുടെ മിനിസ്ട്രിയോടുള്ള അത്ര വേണ്ടതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് വിടുക. ഇതാണ് നമ്മുടെ വിളിയുടെ നേച്ചർ, നമ്മുടെ വിളിയുടെ അതെപ്പോഴും ഓർത്തോണം. ദിസ് ഈസ് ദ നേച്ചർ. അപ്പം ഇതിന് തടസ്സം നിൽക്കുന്ന, ആഘാതമുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഒരു തീരുമാനം എടുത്തോ. വിവാഹം കഴിക്കുന്നത് നിനക്ക് ഇങ്ങനൊരു മിനിസ്ട്രി ചെയ്യാനായിട്ട് തടസ്സമാണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ പ്ലീസ് ഡോണ്ട് മാരി. വിവാഹം കഴിക്കരുത്. കഴിച്ചവർക്ക് ഇനി ഒഴിവാകാൻ ഒരു നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല. ഞാനൊരു കൊച്ചിൻ്റെ ഭാവി കൂടെ നശിപ്പിച്ചിട്ട് ഇപ്പം എന്നെ വിളിച്ചെന്നും പറഞ്ഞ് ഞാൻ ടച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി. അതിനു മുമ്പ് തീരുമാനിക്കണമായിരുന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദർശനത്തിനനുസരിച്ച് എനിക്ക് ഓടാനായിട്ട്. വിവാഹ ജീവിതം എനിക്ക് തടസ്സമാണെങ്കിൽ നോ. അങ്ങനെയുള്ളവരുണ്ട്. ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ടെന്ന് വചനം പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ആയിരിക്കണം, ഷണ്ണനായിട്ട് തന്നെ ജീവിച്ചോണം കേട്ടോ. ഇടയ്ക്ക് പിന്നെ അവിടെ ഇവിടെ ഒന്നും നിന്നെ എന്ത് ചെയ്യരുത്, കാണരുത്. ആ ഒരു സമർപ്പണം നിനക്കുണ്ടോ, ആ ഒരു പ്രതിഷ്ഠ നിനക്കുണ്ടോ? നീ അങ്ങനെ ജീവിക്കാനാണോ ഉണ്ടല്ലോ സാധു സുമർസംഘൊക്കെ അങ്ങനെ ജീവിച്ച മനുഷ്യന്മാരല്ലേ, ജീവിക്കാനൊക്കെ പറ്റും ഇഷ്ടം പോലെ. എന്നാൽ വേറൊരു സാധുവുണ്ട് തമിഴ്നാട്ടിൽ, 12 പിള്ളേരുമായിട്ട് വേറെ സാധുവുണ്ട്. സാധുവിന് ആ പേരെടുക്കാൻ പോലും ആയതിന് കാരണം അങ്ങനല്ല സാധുവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ. നിനക്ക് അങ്ങനെ ഒരു വിളിയാണോ? ദൈവം അതിനെതിരൊന്നുമല്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മറയായിട്ട് അത് എടുക്കരുതെന്നേ ഉള്ളൂ. നെവർ ഡു ദാറ്റ്. അപ്പം ന്യായമായിട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അവർക്ക് പാസ്റ്റർ ആവാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നാ കുഴപ്പം? ഞങ്ങൾക്ക് എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ ശുശ്രൂഷകൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന്. അത് ഭാര്യ ഉള്ളവരുടെ കാര്യത്തിലേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തവൻ്റെ വിഷയമല്ല. പൗലോസ് അപ്പോസ്തലനെ പോലെ ഇത്രയും ശ്രേഷ്ഠനായ പാസ്റ്റർ ആരുണ്ട്? കുറച്ചുകൂടെ വരാം. കർത്താവിനെ പോലെ നല്ല ഇടയൻ ആരുണ്ട്? വിവാഹിതനല്ലായിരുന്നല്ലോ. എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ അത് അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചിരുന്നു.
അവരുടെ വിളി അതാണെന്നുള്ളത്. ഇനി നമുക്ക് ഇവിടെ വരുമ്പോഴാ ഈ വിളിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയും. ഈ വിളി എങ്ങനെ വരുന്നേ? അതാണ് അതിനേക്കാൾ വലിയ രസം. വേദപുസ്തകത്തിൽ എല്ലാവരും ദൈവം ഒരുപോലാണോ വിളിച്ചേക്കുന്നത്? അല്ല. ദ കോൾ ക്യാൻ കം ത്രൂ ഡിഫറെൻറ്റ് മീൻസ്. അതും കൂടെ നീ കേരളത്തിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന. ഇപ്പം എനിക്ക് ലഭിച്ച വിളി പോലല്ല നിങ്ങൾക്ക് ലഭിച്ചേക്കുന്നത്. എന്നെ വിളിച്ച രീതിയിലല്ല നിങ്ങളെ വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് എന്നെ പോലെ വിളി ലഭിച്ചവന് മാത്രമേ കർത്താവിൻ്റെ വേല ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. കാരണം പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച പോലൊന്നുമല്ല പൗലോസിനെ വിളിച്ച്. പക്ഷെ അവരൊക്കെ ചെയ്തതിനേക്കാൾ പൗലോസ് പറയുന്നു അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പറയുന്നു. അപ്പം എങ്ങനെയാ ഈ വിളി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നില്ല? എങ്ങനെയാ ഈ വിളി നമ്മുടെ ജീവിതത്തിൽ? ദ കോൾ ക്യാൻ കം ത്രൂ ഡിഫറെൻറ്റ് മീൻ. പല മാധ്യമങ്ങളിലൂടെ ഈ വിളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതും കൂടെ നമുക്ക് ഞാൻ ഒന്ന് തൊട്ടേച്ച് ഞാൻ അടുത്തതിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ച. ദൈവിക വിളി ലഭിക്കുന്നത് എങ്ങനെ? അതാണ് നിങ്ങളുടെ സൈഡ് ഹെഡിങ്. അതിനകത്ത് വിളിയോടുള്ള ബന്ധത്തിൽ ഏതൊക്കെ വരുന്നത്? ഒരു ദൈവിക വിളി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? ഒന്ന്, നേരിട്ട് ശമൂവേലേ ശമൂവേലേ, ശൗലേ ശൗലേ. God can call you directly. ദൈവം നേരിട്ട് നിന്നെ വിളിക്കും. പത്രോസ് യോഹന്നാനൊക്കെ നേരിട്ട് വിളിയിട്ട് പറയാം, എന്തുവാ എൻ്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ദൈവം സ്വപ്നത്തിലൂടെ നമ്മെ വിളിക്കാം. രണ്ടാമത്തെ മാധ്യമം എന്തുവാ? സ്വപ്നങ്ങളിലൂടെ. നമുക്കറിയാലോ ആരെയൊക്കെയാണ് ദൈവം അങ്ങനെ വിളിച്ച്? ശമൂവേലിനെ ദൈവം സ്വപ്നത്തിലൂടെ വിളിച്ച്. 3, സാഹചര്യങ്ങളിലൂടെ. ഓരോ ദിവസവും എൻ്റെ കണ്ണിന് മുമ്പിൽ എത്തിപ്പെടുന്ന ഓരോ വിഷയങ്ങളും എന്നെ എന്ത് ചെയ്യുക? എന്നെ ഞാൻ ഇറങ്ങണം, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സാഹചര്യങ്ങളെല്ലാം എന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് അടുപ്പിക്കുന്നത്. വേറെ പുസ്തകത്തിലെ വാക്യം ഞാൻ കടമെടുത്ത് പറയാം. എൻ്റെ മുമ്പും പിൻപും എന്നെ അടച്ച് തൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിട്ട് ഈ ഒരു വഴിയിലേക്ക് മാത്രം എന്നെ നടത്തത്തക്കവണ്ണം സാഹചര്യങ്ങളെ ദൈവം ആക്കി തീർക്കുക. എന്നാ തുടങ്ങിയാലും വിജയിക്കത്തില്ല. എല്ലാത്തിലും കൊണ്ട് കാജ് കളയുന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. മര്യാദയ്ക്ക് പറഞ്ഞ് നീ വേലയ്ക്ക് ഇറങ്ങിക്കോളാം. ലോകം പറഞ്ഞു ഞാൻ 10 പൈസ ഉണ്ടാക്കിയിട്ട് ഇറങ്ങുന്നുള്ളൂ. എന്നാ ഉണ്ടാക്കുക നീ 10 പൈസ ഉണ്ടാക്കുന്ന ഞാനൊന്ന് കാണട്ടെ. തമ്പുരാനെ തീരുമാനിച്ചു. വലിയ പ്രതീക്ഷയോടാണ് എല്ലാം ചെയ്ത്. ഇതാ വന്നു കൊറോണ, 1.5 വർഷത്തേക്ക് അടച്ചു പൂട്ടിയിട്ടിരിക്കുക. എന്തുകൊണ്ടായി? 10,000 ഇടയ്ക്കിയത് മുഴുവൻ പോയി. അപ്പം മുൻപും പിൻപും എല്ലാം ദൈവം അടച്ചു. ആൻഡ് ലീഡിങ് ടു ദാറ്റ് ഓൺലി വൺ ഡയറക്ഷൻ. ഒറ്റ ഒരു വാതിൽ മാത്രം ദൈവം എന്ത് ചെയ്തിരിക്കുക? തുറന്ന് മുമ്പിൽ വെച്ചിരിക്കുക. സാഹചര്യങ്ങളിലൂടെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്, ഒത്തിരി പേരുടെ ചരിത്രം പറയാനുണ്ട്. അടുത്തത് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവം നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും, നമ്മെ വിളിക്കും. നോക്കാം. എലീശയെ വിളിച്ചത് ദൈവം നേരിട്ടൊന്നുമല്ല. ആണോ? അല്ലല്ല. അവർക്ക് വന്ന് ഗോകുല് ഏലിയാവ് എന്ത് ചെയ്തു? പുതപ്പെടുത്ത് അവൻ്റെ മേലിട്ടു. അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ആ കൾച്ചർ അറിയാമെങ്കിലേ ഇതറിയത്തുള്ളൂ. ഒരുവൻ്റെ മേൽ പുതപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഈ പണ്ടിങ്ങനെ പിള്ളേരെല്ലാം കൂടെ വട്ടത്തിൽ ഇരുന്നിട്ടേ പുറകിലെടുത്തിൻ്റെ പുറകിൽ തൂവാലും ഒരു തൂപ്പ കൊണ്ടിടത്തില്ലേ? എന്നിട്ടിങ്ങനെ നടക്കും. ആരാന്നറിയത്തില്ലല്ലേ? ആരെ ആവശ്യമുള്ള ഉന്നം വെച്ചേക്കുന്നത് അവൻ്റെ പുറകിലിട്ടിട്ടുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അവൻ കടന്നു കഴിയുമ്പോൾ ഉടനെ നമ്മൾ നോക്കും എൻ്റെ പുറകിലാണോ ഇട്ടേക്കുന്നത് എന്നുള്ളത്. അതൊരു കൾച്ചറുള്ളൊരു കാര്യമാണ്. അക്കാലത്ത് ഒരുവനെ ആവശ്യമുണ്ടെങ്കിൽ അവനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇതായിരുന്നു. അല്ലാണ്ട് ഇതിന് യാതൊരു അർത്ഥമില്ലെങ്കിൽ നോബഡി വിൽ അണ്ടർസ്റ്റാൻഡ്. ആർക്കും മനസ്സിലാവത്തില്ല എന്തോ ഈ കാണിച്ചേക്കുന്നതല്ലേ. നമ്മൾ വിചാരിക്കും ആ പോകുന്ന വഴിക്ക് അവൻ്റെ പുതപ്പ് ഇവിടെ വീണ് പോയാന്ന് വിചാരിക്കും അല്ലേ. നമ്മൾ ഉടനെ എൻ്റെ പുതപ്പ് നടക്കുന്നിടത്തോളം പറയും നോ 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 നോ. ഇറ്റ് ഈസ് എ കൾച്ചറൽ ഇമ്പാക്ട്. അതിന് ഒരു സാംസ്കാരികമായിരിക്കുന്ന ഒത്തിരി പ്രാധാന്യമുണ്ട്. ആരും പറയാതെ തന്നെ അവന് മനസ്സിലായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത്. അവന് മനസ്സിലായി, എലിശയ്ക്ക് മനസ്സിലായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത്. സകലവും വിട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. സോ ഗോഡ് ക്യാൻ സ്പീക്ക് ത്രൂ ഹിസ് സെർവന്റ്. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ഓരോ രീതിയാ. നമ്മൾ പറയാം എൻ്റെ മേലാരും പുറപ്പൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. നോ, ദൈവം വിളിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ കൂടെ. അപ്പോൾ ഒരു ലീഡർഷിപ്പുള്ള ആൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം വേണം, ദൈവം എന്നെ എങ്ങനെയാണ് വിളിച്ചതെന്നുള്ളത്. അത് എപ്പം ചോദിച്ചാലും അത് തന്നെ പറയാൻ പറ്റണം നമുക്ക്. ഇപ്പം നമ്മൾ എത്ര കാര്യങ്ങൾ എഴുതിയെന്ന്? 5-ാമത്തെയാണ് എഴുതുന്നത് അല്ലേ? 4 എഴുതി. അതൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. 1, ദൈവം നേരിട്ട് വിളിക്കും. ശമൂവേലേ ശമൂവേലേ, ശൗലേ ശൗലേ.
മോശെ നീ നിൽക്കുന്ന ഭൂമി ഇറ്റ്സ് എ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഫ്രം ഗോഡ്. ദൈവം നേരിട്ടാ. ഒരു വ്യാഖ്യാനം ഒന്ന് വേറെ രണ്ട് അവർക്കെല്ലാം മനസ്സിലായി. പാവം മനസ്സാവാതിരുന്ന ശമൂഹത്തിൽ മാത്രമേ ഉള്ളൂ. ബാലനായിരുന്നു, അതുകൊണ്ട് പുള്ളി അതെങ്ങനെയാണ് ഇനി അടുത്ത ക്രമീകരണം പ്രാപിച്ചു. 2, സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. 3, സാഹചര്യങ്ങൾ എല്ലാം കർത്താവ് കൊട്ടിയടച്ച് നമ്മളെന്ത് ചെയ്യും? ആ ഒരു പോയിന്റിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുവരും. അതിൻ്റെ വാക്യം ഞാൻ പറഞ്ഞത്, അവൻ്റെ മുൻപും പിൻപും എന്നെ അടച്ച് തൻ്റെ കൈ എൻ്റെ മേൽ വെച്ച് എന്നെ വന്ന് നടത്തുക. 4 നമ്മൾ പറഞ്ഞെന്തുവാ? ത്രൂ ദ പ്രോഫറ്റ്സ്. ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ. ആര് വേണമെങ്കിലും ആവാം പ്രവാചകന്മാരാകാം. ദൈവത്തിൻ്റെ ദാസൻ ആ ഒറ്റ ഒരു ജനറൽ സെൻസ് ഉപയോഗിച്ചാൽ അതിനകത്ത് ആര് വേണമെങ്കിലും വരാം. 5 ദൈവം നമ്മളോട് ഇടുന്നത് നമ്മുടെ ജീവിതത്തിൽ നേടുന്ന സംഭവങ്ങളിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നേടുന്ന ചില സംഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അതും സാഹചര്യവും ഏതാണ്ട് ഒന്നിച്ചു പോകുന്നതാ. പക്ഷെ ചിലർക്ക് സാഹചര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഈ മണ്ടയ്ക്ക് അടി കിട്ടുന്ന പോലെ സംഭവം വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ ശരിക്കും എന്ത് ചെയ്തോളും? മനസ്സിലാക്കും. ദാറ്റ് പെർട്ടിക്കുലർ, ആ ഒരു പ്രത്യേക സംഭവം അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ ഭാഷ പറയാം, ഒരു വെളിപ്പാട് കൊടുക്കും. ഈ പത്രോസിനെ സംബന്ധിച്ച് ഭയങ്കര ജാതി സ്പിരിറ്റുള്ളൊരു മനുഷ്യനായിരുന്നു പുള്ളി. അവൻ ഒരിക്കലും ഒരു ജാതീയ ഇതിനെ അവന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അവസാനം അവന് ദൈവം ഇടപെടുന്നത് നമുക്കറിയാമല്ലോ. സ്വർഗത്തിൽ നിന്നൊരു തുപ്പട്ടി പോലെ ഇറങ്ങി വരുന്നു, സകല മൃഗങ്ങളും അതിനകത്തുണ്ട്. എഴുന്നേറ്റ് അറുത്ത് തിന്നാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ല, അശുദ്ധമായത് ഞാനിതുവരെ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അതുണ്ടായിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടില്ല അങ്ങോട്ട്. അപ്പോഴാ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നിന്ന് 2 പേര് വന്ന് ഇവനെ വിളിക്കുന്നത്. അപ്പം മനസ്സിലായി, ഓക്കെ, ദിസ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ഇതിൻ്റെ അർത്ഥം അതായിരുന്നു എന്നുള്ളത്. അതിനു മുമ്പ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്നാന്നറിയാം അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം ഉണ്ടായപ്പോൾ, ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ആരും പറയാതെ ദൈവഹിതത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ചില സംഭവങ്ങൾ, ഉദാഹരണം, ശൗലിന് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ദൈവം കൊടുത്തിരുന്നു. ഏത് ശൗലിന്? പിന്നെ പൗലോസായി തീർന്ന ശൗലിന്. കാരണം ശൗല് ഒരു സാധാരണക്കാരന മനുഷ്യനല്ല, അവനൊരു ആത്മീയനാണ്, തീഷ്ണതയുള്ളവനാണ്. നേരെ ചൊവ്വേ ജീവിക്കണമെന്നും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവനായവന്. അവന് കിട്ടിയ ഒരു അവസാനത്തെ ചാൻസായിരുന്നു സ്തേഫാനോസ് മരിക്കുന്നത് കാണാനായിട്ട്. അവൻ്റെ മുഖം പ്രകാശിക്കുന്നതും ന്യായപ്രമാണത്തിൽ നിന്ന് അവനെടുത്ത് പ്രസംഗിക്കുന്നതും ഒക്കെ അത് മതിയായിരുന്നു വാസ്തവത്തിൽ പൗലോസിന് യേശുവിനെ തിരിച്ചറിയാനായിട്ട്. വേറെ ആർക്കും കിട്ടാത്തൊരു അവസരമാണ് പൗലോസിന് കിട്ടിയത്. അവൻ്റെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാ. ദാറ്റ് മീൻസ് അത്രയും അടുത്ത് കാര്യങ്ങൾ കാണാനായിട്ടൊക്കെ ഇവന് ആ മുഖത്ത്, സ്തേഫാനോസിൻ്റെ മുഖത്തുണ്ടാകുന്ന ഓരോ ഭാവഭേദവും പകർച്ചയും അവൻ്റെ വായിൽ നിന്ന് വരുന്ന ന്യായപ്രമാണത്തെക്കുറിച്ച് അവൻ വിശകലനം ചെയ്യുന്നതും യേശു തന്നെ കർത്താവെന്നവൻ തെളിയിക്കുന്നതൊക്കെ വ്യക്തമായിട്ട് കേട്ടൊരു മനുഷ്യനാണ്. വേറെ ആർക്കും മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ ആർക്ക് മനസ്സിലായിട്ടുണ്ട്? പൗലോസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ he ignored that opportunity. ആ അവസരത്തെ അവൻ എന്ത് ചെയ്തു? പാഴാക്കി കളഞ്ഞു. പക്ഷെ തമ്പുരാൻ വിടുവോ? ഇല്ല. ദമസ്കോസിൻ്റെ പടിവാതിലിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? സൂര്യനെ കവിയുന്നൊരു പ്രകാശത്താൽ അവനെ ചുറ്റുപിന്നെ അവൻ നിലത്ത് വീണ് നീ ആരാകുന്ന കർത്താവേ എന്ന് ചോദിക്കത്തക്ക ഒരു അനുഭവത്തിലേക്ക് അവനെ അവിടെ അടിയറ വെച്ചവൻ. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന അവൻ ഓർമ്മ ഒന്ന് കാണുമ്പോൾ അതൊക്കെ സ്തേഫാനോസിൻ്റെ മുഖം പ്രകാശിച്ചതും സ്തേഫാനോസ് അവസാനം പറഞ്ഞ വാക്കുകളും ഒക്കെ പൗലോസിന് ഓർമ്മ വന്നു കാണും. ചിലപ്പോഴൊക്കെ ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരും നമ്മളോട്. ചിലപ്പോഴൊക്കെ ദൈവം അതുപോലെ ചെയ്യും. പക്ഷെ അതിന് മുമ്പ് കിട്ടുന്ന അവസരം ഉപയോഗിക്കുക ഏറ്റവും നല്ലത്. സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, നല്ല അവസരങ്ങളൊക്കെ ദൈവം തരുമ്പോൾ അനുസരിക്കുക ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ദ ഡമാസ്കസ് എക്സ്പീരിയൻസ്, ഡമസ്കോസിൻ്റെ അനുഭവം, അത് നല്ല കാര്യമൊന്നുമല്ല. പക്ഷെ അത് ചിലപ്പം വേണ്ടി വരും. ദൈവം നമ്മളോട് ഇടപെടുന്ന ആ രീതിയും കൂടെ ഉണ്ട്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവം പ്രകൃതിയിലൂടെ നമ്മളോട് സംസാരിക്കും. ദ ക്രിയേഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സൃഷ്ടിയിലൂടെ
ദൈവം നമ്മളോട് സംസാരിക്കും. വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം എടുക്കാം. സദൃശവാക്യങ്ങളൊരു വാക്യമുണ്ട്, മടിയാ ഈ ഉറുമ്പിൻ്റെ അടുക്ക ചെന്ന് ബുദ്ധി പഠിക്കുക. എല്ലാ സുവിശേഷ വേലക്കാരും കുറച്ച് നേരം ഉറുമ്പിൻ്റെ അടുക്ക ചെന്ന് വല്ലതും പഠിക്കണം. ദ സ്കൂൾ ഓഫ് ആൻസ്, ഉറുമ്പിൻ്റെ സ്കൂളിൽ ചെല്ലണം. ഒന്നല്ലേ 2 കടിയെങ്കിലും കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്ന വിവരം മനസ്സിലാക്കും. എന്നിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉറുമ്പിനെ കുറിച്ച്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വേറെ ആരും പറഞ്ഞാൽ കേൾക്കാത്തവനെ തമ്പുരാൻ തൻ്റെ സൃഷ്ടിയിലൂടെ സംസാരിപ്പിക്കും. ഉദാഹരണം, ആരാ? ബിലയാമിനോട് ദൈവം സംസാരിക്കാൻ നേരിട്ട് നീ പോകരുത് എന്നൊക്കെ പറഞ്ഞു, ഒന്നും കേട്ടില്ല. അവസാനം തമ്പുരാന് ഒരു കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടി വന്നു അവനോട്. ചിലപ്പോൾ ശരിയാ, ചില ബുദ്ധിജീവികളെ ദൈവത്തിന് നേടണമെങ്കിൽ, കൊണ്ടുവരണമെങ്കിൽ അവൻ അങ്ങനെയുള്ളതിനെ, ഒരു ബുദ്ധിയില്ലാത്ത കഴുതയെ എന്ത് ചെയ്തെന്നറിയാമോ ദൈവം എടുത്ത് ഉപയോഗിച്ചു. നിങ്ങൾക്കറിയാമോ, പത്രോസിനെ മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക്, കണ്ണുനീരിലേക്ക് നടത്തിയത് ഒരു കോഴിയാണ്. അങ്ങനെ നാളെ കോഴിയെ പുണ്യാളനാണെന്ന് നമുക്ക് പ്രതിഷ്ഠിക്കേണ്ട. കോഴി കൂകുന്ന ശബ്ദം കേട്ടപ്പം ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലം എന്തൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ അവൻ ഓർത്തു. സംടൈംസ്, ചിലപ്പം യോനെ അനുതാപത്തിലെ വഴി നടത്തിയത് എവിടെ കിടന്നാ പുള്ളി കരഞ്ഞ്? തിമിംഗലത്തിൻ്റെ വയറ്റിൽ ഇരുന്നിട്ടാണ്. സംടൈംസ്, ചിലപ്പോഴൊക്കെ ഈ പ്രകൃതിയിലൂടെ ദൈവം നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും. റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ദിവ്യശക്തിയും മഹത്വവും ദൈവം ഈ പ്രകൃതിയിലൂടെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, മനുഷ്യന് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഗോഡ് വിൽ യൂസ് ഇറ്റ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന റെയിൻബോ, മഴവില്ലിനെ നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യം പഠിപ്പിക്കാനുണ്ട്. ദാറ്റ് ഷോസ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ് ആൻഡ് ദ പ്രോമിസ് ഓഫ് ഗാഡ്. ഈ പ്രപഞ്ചത്തിലെ സകലത്തിനും നമ്മോട് എന്തൊക്കെയോ ചിലത് പറയാനുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അല്പവിശ്വാസിയെ, വ്യാകുലപ്പെടുന്ന നീ എന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ ആകാശത്തിലെ പറവജാതിയെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറകൾ ശേഖരിച്ച് വെക്കുന്നില്ല, എങ്കിലും ഞാൻ അവയെ പോറ്റുന്നു എന്ന് അവ നിന്നെ പഠിപ്പിക്കത്തില്ലേ? വസ്ത്രത്തിന് വേണ്ടി വഴക്കൂടുന്നവരോട് പറഞ്ഞു, ലുക്ക് അറ്റ് ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ്, വയലിലെ താമരയെ നോക്ക്, എത്ര മനോഹരമായിട്ട് ഞാൻ അതിനെ നടത്തുന്നു. ഇന്ന് കാണുന്നതും നാളെ വാടിപ്പോകുന്നതുമായ അതിനെ ഞാൻ ഇത്ര മനോഹരമായിട്ട് നടത്തുന്നെങ്കിൽ എൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത നിന്നെ, ഞാൻ വിളിച്ചിറക്കിയ നിന്നെ നിന്നെ മറന്നു കളയുന്നു? ഒരിക്കലുമില്ല. കർത്താവാണോ നിന്നെ വിളിച്ചത്? നിന്നെ വഴിയാധാരമായിട്ട് ദൈവം വിടത്തില്ല. നിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ കാക്കേണ്ടതിന്, നിന്നെ പരിപാലിക്കേണ്ടതിന്, നിന്നെ സൂക്ഷിക്കേണ്ടതിന് ദൈവം ദൈവം ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞുതരാം. എൻ്റെ സെമിനാരി പഠനമെല്ലാം കഴിഞ്ഞ് 25 വയസ്സ് കഴിഞ്ഞു. ഞാൻ സുശേഷവേലയ്ക്ക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുക. എനിക്ക് ആദ്യം വിദേശയാത്ര ചെയ്യാനായിട്ടൊരു സന്ദർഭം. അത് ആദ്യമായിട്ട് ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പോവുക. എന്തുവാന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ. അതായത് 41 വർഷം മുമ്പുള്ള കഥ ഞാൻ പറഞ്ഞത്. 1980 ഞാൻ ആദ്യം എൻ്റെ വിദേശയാത്ര ചെയ്യുന്നത്. ഇന്ന് 22 ആയല്ലോ, ഏതാണ്ട് 42 വർഷം മുമ്പുള്ള കഥയാണ്. ഒന്നും അറിയില്ല. വീട് വിട്ട് ആകെ പോയിട്ടുള്ള നാഗ്പൂർ വരെ മാത്രമാണ്. പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. വേറെ യാതൊന്നും അറിയില്ല. മദ്രാസിൽ നിന്നാണ് അന്ന് ഫ്ലൈറ്റ് എനിക്ക് എഡിൻബർഗ് വരെ പോകണം, സ്കോട്ട്ലൻഡിൽ. ആദ്യത്തെ മദ്രാസ് വരെ ട്രെയിനൊക്കെ ചെന്നു. അറിയാവുന്ന തമിഴും ഇംഗ്ലീഷും എല്ലാം കൂടെ വെച്ച് ഫ്ലൈറ്റിൽ കയറാൻ വരെ സഹായിച്ചു. കാരണം ഇപ്പോൾ ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ചായ പിടിച്ച് പോകാമല്ലോ. ലണ്ടനിൽ പോയി ഇറങ്ങി. ഇതെന്നാ ലോകമായത്, നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ലോകത്തിലാണ് ചെന്ന് ഇറങ്ങിയേക്കുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നത് ഇതൊന്നും അറിയില്ല. ഇന്നിപ്പോൾ എവിടെ കണ്ടിട്ടാലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് ഇതൊന്നും അറിയില്ല. ഇറങ്ങി അവിടെ അങ്ങോട്ട് മാറി ഇങ്ങനെ പേടിച്ച് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആകെ നമുക്കറിയാം. നമ്മൾ ആകെ ഇങ്ങനെ നിൽക്കുക. എന്തും ഇനി ചെയ്യേണ്ട, കണക്ഷൻ ഫ്ലൈറ്റ് എവിടെ കിട്ടും, എങ്ങനെ കിട്ടുമെന്നും ഒന്നും അറിയില്ല. അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് ഒരു മാന്യനായ ഒരു മനുഷ്യൻ, ഒരു സായിപ്പ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇറ്റ് സീംസ് യു ആർ കൺഫ്യൂസ്ഡ്, യു ആർ ലോസ്റ്റ്. അപ്പോൾ അവൻ്റെ ഇംഗ്ലീഷല്ലേ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോസ്റ്റ് ഒന്നും ആയിട്ടില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. നോ ഐ എം നോട്ട് ലോസ്റ്റ് എന്ന് പറഞ്ഞു. പുള്ളിക്ക് എനിക്ക് എൻ്റെ നിൽപ്പും മട്ടുമൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ആകെ ഇങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. പുള്ളി ചോദിച്ചു, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫ്രം ഇന്ത്യ. എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കോട്ട്ലൻഡ്, എഡിൻബർഗ്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ ആം ഗോയിങ് ഫോർ എ കോൺഫറൻസ്. ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. കോൺഫറൻസിൻ്റെ ലെറ്റർ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. അത് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു, ഫോളോ മീ. എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ഐ ആം ഓൾസോ ഗോയിങ് ഫോർ ദാറ്റ് കോൺഫറൻസ്.
ഞാനും ആ കോൺഫറൻസിനാണ് പോകുന്നത്, എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. ഇന്നത്തെ പോലെ വലിയ കൊല്ലും കൊലയൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് അത്. അദ്ദേഹത്തിന് കൂടെ ചെന്നു, കണക്ഷൻ ഫ്ലൈറ്റ് എല്ലാം പുള്ളി എല്ലാം പുള്ളി പുള്ളി എൻ്റെ കൂടെ പുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ. എല്ലാം അവിടെ ചെന്നു. എന്നെ നേരെ എയർപോർട്ടിൽ ഇറങ്ങി. പുള്ളി എന്നെ ഒരു ടാക്സി വിളിച്ചു. എന്നെ പുള്ളി കോൺഫറൻസിന് പോവാണ്. കോൺഫറൻസിൽ എന്നെ കൊണ്ടാക്കി രജിസ്ട്രേഷൻ എല്ലാം എടുത്തു. എനിക്ക് താമസിക്കാനുള്ള മുറിയെല്ലാം ശരിയാക്കി തന്നിട്ട് പുള്ളി പറഞ്ഞു, വിൽ സി ഇൻ ദ നൈറ്റ്, നമ്മൾ രാത്രി കാണാമെന്ന് പറഞ്ഞു. മീറ്റിംഗ് ആരംഭിക്കുക രാത്രിയിലാണ്. അപ്പോഴൊരു ദീർഘശ്വാസം വീണേ. പക്ഷെ രാത്രി അവിടെ കോൺഫറൻസിൽ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഹീ ഈസ് ദ ഓർഗനൈസർ ഓഫ് ദാറ്റ് കോൺഫറൻസ്. അദ്ദേഹമാണ് ആ കോൺഫറൻസ് നടത്തുന്ന ആൾ. അദ്ദേഹം നേപ്പാളിൽ നിന്ന് വരിക. അദ്ദേഹം ഇന്ത്യയിൽ കുറേ നാൾ മിഷണറി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്കാരോടൊരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക സ്നേഹം അദ്ദേഹത്തിന്. ഇന്ത്യൻ ആക്സെൻറ്റ് നല്ലപോലെ അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ സൂചന വരെ ചെയ്യുക. അപ്പോഴാണ് എനിക്ക് അദ്ദേഹം ആരാന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ വചനം ഞാൻ ഓർത്തേ, നിൻ്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായിട്ട് വിടത്തില്ല. നമുക്ക് തോന്നും, കർത്താവ് എനിക്കിവിടെ ആരുമില്ല, ഭാഷ അറിയില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ പോലും കൈ കാശില്ല. ഒരിക്കലും അവൻ അനാഥനായിട്ട് വിടത്തില്ല. എ ലീഡർ ഷുഡ് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. ആ ഒരു ഉറപ്പ് എപ്പോഴും ലീഡർഷിപ്പ് ഇരിക്കുന്ന ഒരാൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ദ 4 എസെൻഷ്യൽ ഫൗണ്ടേഷൻസ്, അതായത് ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായ 4 കാര്യങ്ങളിൽ ഒന്ന്, നിൻ്റെ ദ കോൾ ഓഫ് ഗാഡ്, നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് കർത്താവിനെ വിളിച്ചെന്ന്? എങ്ങനെ വിളിച്ചെന്ന് എനിക്കറിയണ്ട എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും രീതിയിലായിരിക്കാം. ഞാൻ ചിലപ്പം പറയാറുണ്ട്, യുവർ ഫെയിലിയർ ഈസ് എ കോൾ ഫ്രം ഗാഡ്. നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളും ദൈവവിളിയാണ്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈവൻ ദ ഫെയിലിയേഴ്സ് ഓഫ് യുവർ ലൈഫ്, കുടുംബജീവിതത്തിൽ പക്ഷേ ഫെയിലിയർ ആയേക്കാം. ഭർത്താവ് കളഞ്ഞേച്ച് പോയിണ്ടാവും, ഭാര്യ കളഞ്ഞേച്ച് പോയിണ്ടാവും. ഇറ്റ്സ് എ കോൾ ഓഫ് ഗാഡ്. ദെർ ഇസ് എ കോൾ ഓഫ് ഗാഡ് ഇൻ ദാറ്റ്. ബിസിനസ്സിൽ ഫെയിലിയർ ആയിരുന്നേക്കാം. പത്രോസൊക്കെ ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. മീൻ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. അവർ ബിസിനസ് മീൻ പിടുത്തല്ല, അതിൽ ഫെയിലിയർ ആയിരുന്നു അവർ. ഐ സ്ട്രോങ്ലി ബിലീവ്, ഞാൻ ഇന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നൊരു കാര്യം, ഈവൻ ദ ഫെയിലിയർ. പലരും 10ാം ക്ലാസ് തോറ്റപ്പം സൂചനയിലേക്ക് പോയവരുണ്ട്. ഐ അപ്രീഷിയേറ്റ്, ദാറ്റ്സ് എ കോൾ ഓഫ് ഗാഡ്. യുവർ ഫെയിലിയർ ഈസ് എ കോൾ ഓഫ് ഗാഡ്. എല്ലാവരും കാണുന്ന പോലെയല്ല ഞാൻ അതിനെ കാണുന്നത്. ദാറ്റ്സ് എ കോൾ ഓഫ് ഗാഡ്. മറ്റുള്ളവരൊക്കെ വേണമെങ്കിൽ കളിയാക്കുമായിരിക്കും, 10 തോറ്റപ്പം വേലയ്ക്ക് ഇറങ്ങിയതാണ്. നോ, ദാറ്റ്സ് എ കോൾ ഓഫ് ഗാഡ്. കാരണം ജയിച്ചവനെ ഒന്നും ഇതിനകത്ത് കാണാനില്ലേ? ജയിച്ചവരൊന്നും ഇതിനകത്ത് കാണാനില്ല. അവരെല്ലാം BSc നേഴ്സും ലാബ് ടെക്നീഷ്യനും എൻജിനീയറൊക്കെ ആയിട്ട് പോയി. രണ്ട് വിദ്യാഭ്യാസം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലരെ സംബന്ധിച്ച് their failure is a call of God. Their sickness is a call of God. Their debt, അവരുടെ കടം ഒരു ദൈവവിളിയാണ്. അവരുടെ രോഗം ഒരു ദൈവവിളിയാണ്. God can use any method to call his people. ദൈവത്തിന് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. But make sure that you are called. ജീവിതത്തിൽ എവിടെയോ വെച്ച് ഞാൻ ദൈവവിളി കേട്ടു എന്നൊരു ഉറപ്പ് ഉണ്ടായിരിക്കണം. അത് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്ത് എപ്പം നോക്കിയാലും നിനക്ക് പറയാൻ കഴിയണം, ദിസ് ഈസ് ഹൗ ഗോഡ് കോൾസ് മീ. ദൈവം എന്നെ വിളിച്ചത് ഇങ്ങനെ, ദൈവം എന്നെ വിളിച്ചത് ഇങ്ങനായിരുന്നു. ആ ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ശരി, രണ്ടാമത്തിലേക്ക് നാം വരാൻ പോകും. ദ ഫസ്റ്റ് ഈസ് ദ കോൾ. രണ്ടാമത്തത് എന്തുവാ നോക്കാം? കോമ്പിറ്റൻസ്. അതിൻ്റെ മലയാളം വെറും കഴിവെന്നുള്ളതാണല്ലോ, കോമ്പിറ്റൻസ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം പദം. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യം പറയാനില്ലാത്തവൻ എന്നുള്ളൊരു അർത്ഥമൊക്കെ വേണമെങ്കിൽ വരുവന്. ഹീസ് കോമ്പിറ്റൻറ്റ് ടു ഡു ദ, പ്രാപ്തൻ, അതാണ് അതിൻ്റെ കറക്റ്റ് വേണമെങ്കിൽ. യെസ്, ഹീ ഷുഡ് ബി കോമ്പിറ്റൻറ്റ്. രണ്ടാമത്തെ സി, അവൻ ആരായിരിക്കണം? പ്രാപ്തനായിരിക്കണം. എന്തിന് പ്രാപ്തനായിരിക്കണം? എന്തവനെ ഏൽപ്പിക്കുന്നോ അത് ചെയ്യാൻ അവൻ പ്രാപ്തനായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ വായിച്ച്, എൻ്റെ മകനെ ശ്രദ്ധിച്ചോണം, ഇനി പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ, കോമ്പിറ്റന്റ്, കേപ്പബിൾ, പ്രാപ്തൻ, കിട്ടിയോ? സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ നീ പരമേൽപ്പിക്കണം. തിമോത്തിയോസിന് കൊടുക്കുന്ന പ്രത്യേക നിർദ്ദേശമാണ്. എഴുതിക്കോ, 2 തിമോത്തിയോസ് 2:1-2. He should be competent. ഇത് കണ്ടാലും കരുത, കരഞ്ഞാലും കരുതിയാണെങ്കിൽ എന്തോത്തിന് കൊള്ളാം? എന്തോത്തിന് കൊള്ളാം? അവരെ should be competent to do the work.
ആ ജോലി ചെയ്യാൻ അവൻ എന്തായിരിക്കണം? സമർത്ഥൻ, പ്രാപ്തനായിരിക്കണം അവന്. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, ഫസ്റ്റ് ഹി ഷുഡ് ബി കോൾഡ് ബൈ ഗോഡ്. ഒന്നാമത്തത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. രണ്ടാമത് he should be competent to do that. എടുത്തോ, വേദപുസ്തകം തുറന്ന് നടക്കുക. ഇത് ലീഡർഷിപ്പ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ബാക്കിയെല്ലാം പറയാത്തേ. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, ഫസ്റ്റ് he should be called by God. ഒന്നാമത്തത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. രണ്ടാമത് he should be competent to do that. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, ഫസ്റ്റ് he should be called by God. ഒന്നാമത്തത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. രണ്ടാമത് he should be competent to do that. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ഒരു ലീഡറിന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, ഫസ്റ്റ് he should be called by God. ഒന്നാമത്തത് അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. രണ്ടാമത് he should be competent to do that. എല്ലാവരും കാലേബിന്റെ പുസ്തകം വായിച്ചോണം. കാലേബ് യോശുവയോട് ഒന്ന് പറയുകയാണത്. യോശുവയെ നമ്മളെ രണ്ടുപേരെ അയക്കുന്ന സമയത്ത് മോശ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആ ദേശം എനിക്ക് തരാമെന്ന്. Now give that mountain to me. ഇന്ന് ആ മല എനിക്ക് താ. എന്നിട്ട് അവൻ പറയാ, I am competent to do that. അത് ചെയ്യാനുള്ള പ്രാപ്തി എനിക്ക് ഈ 45 സംവത്സരം വരെയും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോഴെനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാള് മുതൽ ഇന്ന് ഈ 45 years ആയിട്ട് എന്താ ഇവന്റെ ആരോഗ്യം പോവാഞ്ഞ്? ഞാൻ 30 വർഷത്തിന് ശേഷം ഇന്നലെ ഒരാളെ കണ്ട ഉടനെ പാസ് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു പറഞ്ഞോ. വാട്ട് ഈസ് ദ സീക്രട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സീക്രട്ട് വളരെ എളുപ്പമാണ്, വേർഷിപ്പ്, ആരാധനയാന്ന് പറഞ്ഞു. ഇന്നലെ ഒരു ശവണക്കിന് വന്നപ്പോൾ പറഞ്ഞതാ. 30 വർഷത്തിന് ശേഷം ഞാൻ ആ കൊച്ചിനെ കാണുന്നത്. എന്താ കാരണം? 45 വർഷമായിട്ടും കുടയറൊന്നും ചാടാതെ, ഷുഗറും പ്രഷറും ഒന്നും വരാതെ അവനറിയാം, ഐ ഹാവ് എ മിഷൻ ടു ഡു. എനിക്ക് ചെയ്യാനൊരു ദൗത്യമുണ്ട്. അതുകൊണ്ട് ഐ ഹാവ് ടു ബി കെയർഫുൾ വാട്ട് ഐ ഈറ്റ്. ഞാൻ തിന്നുന്നത് സൂക്ഷിക്കണം, എത്ര തിന്നണമെന്നുള്ളത് ഞാൻ സൂക്ഷിക്കണം. ഹി മെയിൻറ്റെയിൻഡ് ഹിസ് ഹെൽത്ത്. ആരോഗ്യത്തെക്കുറിച്ച് ഒരു ഇത് ബോധവും ഇല്ലാത്തത് പാസ്റ്റർമാർക്കും പാസ്റ്റർമാരുടെ ഭാര്യമാർക്കും. നിന്റെ മുമ്പിൽ വെക്കുന്നതൊക്കെ സ്തോത്രത്തോടെ കഴിച്ചോളാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ കാര്യമുണ്ട്. പോകുമ്പോൾ ഒരു കത്തയും കൂടെ കരുതിക്കോണമെന്ന്. ഇത് മുറിച്ച് തന്നാനല്ല, വെക്കുന്നതെല്ലാം നിനക്ക് കഴിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി. കാലേബ് പറയാ 45 വർഷം കഴിഞ്ഞിട്ടും പുള്ളി പറയുന്നത് എന്തുവെന്നറിയാമോ? അന്നത്തെ ബലം പാട വെട്ടണോ, പൊരുതാൻ ഇപ്പോഴും കഴിയും നമുക്കല്ലേ. ആ ബലം ഇപ്പോഴും ഉണ്ട് പലർക്കും, 45 കഴിഞ്ഞാലും ഉണ്ടാവും. എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും എനിക്കുണ്ടെന്നാ. ആസ് എ ലീഡർ നീ പറയാൻ കഴിയണം, ഐ ആം കോമ്പിറ്റന്റ് ടു ഡു ദ വർക്ക്. യു ഷുഡ് ബി കോമ്പിറ്റന്റ്. അതിനെന്ത് ചെയ്യണം? ആ കോമ്പിറ്റൻസിയിലേക്ക് വരണമെങ്കിൽ അത് എളുപ്പമൊന്നുമല്ല. ഇറ്റ്സ് എ പ്രൈസ് ടു ബി പെയ്ഡ്. രാവിലെ എത്ര മണിക്കാണ് എണീക്കുന്നത്? 10 മണിക്ക് എഴുന്നേറ്റ് വടമനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാട്ട്. പക്ഷി എപ്പോഴേ പാടി എന്നറിയാമോ? അതിൻ്റെ 2ാം ട്രിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. If you want to be competent in the ministry, ശുശ്രൂഷയിൽ പ്രാപ്തനായിട്ട്, ശക്തനായിട്ട്, ആ പ്രാപ്തൻ എന്നുള്ള വാക്ക് എനിക്ക് ഏറ്റവും നിൽക്കണോ, ഒരു വില കിട്ടിയേ പറ്റൂ. എല്ലാവരും ഉറങ്ങുമ്പോൾ നിനക്ക് ഉറങ്ങാനൊക്കത്തില്ല. എല്ലാവരും എണീക്കുന്ന പോലെ എനിക്ക് എണീക്കാനൊക്കത്തില്ല. എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്ക് കഴിക്കാനൊക്കത്തില്ല. എല്ലാവരും കാണുന്നത് എനിക്ക് കാണാനൊക്കത്തില്ല. You are competent. You have to be competent for the mission that God is. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം I will keep myself fit for that. ആ ഒരു തീരുമാനമെടുക്കണം ഒരു നേതാവ്. ഞാൻ എന്ത് ചെയ്യും? I will keep myself fit for that. ആ ശുശ്രൂഷ ചെയ്യത്തക്ക വിധത്തിൽ എന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കും? പ്രാപ്തനാക്കി ഞാൻ സൂക്ഷിക്കും. പക്ഷെ എളുപ്പമൊന്നുമല്ല കേട്ടോ, എളുപ്പമല്ല. ആ ചാലി വീണ എളുപ്പമാണ്, ആ ചാലി വീണ് കിട്ടാനാ പാട്. ഉന്തിത്തള്ളി അതിനകത്ത് കൊണ്ട് ഇടണമെന്നേ ഉള്ളൂ തന്നെ. ദ സെക്കൻഡ് സി, രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കോമ്പറ്റൻസി, പ്രാപ്തൻ. അപ്പോൾ നമുക്കൊരു വാക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന, എന്നെ വിളിച്ചിരിക്കുന്ന
ആ നേതൃത്വത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയാതെ വണ്ണം എൻ്റെ ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഒന്ന് പ്രാപ്തനാകേണ്ടത്. ഉറക്കെ വായിക്കണം, ഉറക്കെ പറയണം, ഉറക്കെ പ്രാർത്ഥിക്കണം. കല്യാണ ശുശ്രൂഷ നടത്താൻ പോകുമ്പോഴല്ല പപ്പ പേടിക്കണ്ടേ, അതിന് മുമ്പേ പറയണം. തോമസ് ആകുന്ന ഞാൻ, മേരി ആകുന്ന നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, സുഖത്തിലും ദുഃഖത്തിലും. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഏത് ശുശ്രൂഷ ചെയ്യണോ അതൊക്കെ എന്ത് ചെയ്യണം? ഒത്തിരി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, പ്രാക്ടീസ് ചെയ്യണം. നീ ആ കല്യാണം നടത്തുന്നതെന്ന് ചെയ്യണം, കല്യാണം കഴിക്കുന്നതെന്നല്ല, കല്യാണം നടത്തുന്നതെന്ന് വിചാരിച്ചിട്ട്. ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവ് വചനം ശുശ്രൂഷിക്കുന്ന ദാസനെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കളയും. എന്തോ ആ പ്രാർത്ഥനയെ അറിയാവേ. ഓരോ സന്ദർഭങ്ങളിൽ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് നീ തന്നെ കുറച്ച് നല്ല വാചകങ്ങൾ ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കുക. അത് മനഃപ്പാഠം പഠിക്കേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേ, നീ എന്തോ പറയുന്നേ, നീ എന്തോ ചെയ്യാൻ പോകുന്നേ. സ്നാന ശുശ്രൂഷ നടത്തുമ്പോൾ എന്തോ പറയേണ്ടത്, തിരുവത്താഴം നടത്തുമ്പോൾ എന്തോ പറയേണ്ടത്. ഈ അപ്പം കുടിക്കുകയും ഈ പാനപാത്രം തിന്നുകയും ചെയ്യുന്നവനെല്ലാം നന്നായിട്ട് ഈ അപ്പം കുടിക്കുകയാണ് ആള്. ഈ പാനപാത്രം പാനപാത്രം തിന്നാ നമുക്ക് ഇവിടെ അടുത്ത ആൾക്ക് കൊടുക്കണ്ടേ, അടുത്ത ആഴ്ച വീണ്ടും വളമണ്ടേ നമുക്ക്. മരണ വീട്ടിൽ ചെന്ന ഒരാൾ പ്രാർത്ഥന, കർത്താവേ നിന്റെ ദാസിയെ ഈ അവസ്ഥയിൽ കാണാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അടി കിട്ടാഞ്ഞത് വാക്കിയതോ, നിന്റെ ദാസിയെ ഈ അവസ്ഥ കാണാൻ കണ്ടത് ഇടയാക്കിയതിനായിട്ട്. നമ്മൾ എന്തോ ഈ പറയുന്നേ? ഇത് വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും കേട്ടോണ്ടിരിക്കുക. പിന്നെ തിരുത്താനൊക്കെ ഇല്ലത്. വെള്ളി വീണ് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റില്ല. അപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നേരത്തെ മനസ്സിൽ പറ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചുമ്മാ ഇരിക്കുകയല്ലേ, എഴുതി ഭർത്താവിന് കൊടുക്കുക, ഇതാ പറയണ്ടേന്ന് പറ. ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ നല്ല വിദ്യാഭ്യാസം നിനക്കുണ്ടാവില്ലോ. പറഞ്ഞാൽ കേൾക്കുന്ന ഭർത്താവാണെങ്കിൽ എല്ലാം അടികിട്ടെന്ന് ഉറപ്പാണ്. നല്ല കാര്യം പറഞ്ഞെന്നാൽ സ്വീകരിക്കാൻ മനസ്സ് വേണം. അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന്. ശരിയാ, നിനക്കല്ലല്ലോ എല്ലാത്തിനും എന്നെ കുറ്റം പറയാൻ നേരമുള്ളൂ എന്ന് പറയരുത്. നാട്ടുകാർ കുറ്റം പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാ ഭാര്യ കുറ്റം പറയുന്നത്. അങ്ങനെ കാണുക. അപ്പം അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏതെല്ലാം ശുശ്രൂഷകൾ എനിക്ക് ചെയ്യണം, അതിന് പറ്റിയതല്ല വാക്കുകൾ ഏതാ, നല്ല നല്ല പദപ്രയോഗങ്ങൾ ഏതാ എന്ന് കണ്ടെത്തി എന്ത് ചെയ്യുക? അത് മനഃപ്പാഠം പഠിക്കണം നമ്മൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല? പതറേണ്ടി വരില്ല. കാര്യം എന്നാ? അത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് ഓൾറെഡി. വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ഞാൻ എന്നാ പറയുന്നത് അതാണ്. എന്തുവാ? നിന്നെ പ്രാപ്തനാക്കുന്നേ. വായിക്കേ, നല്ല പുസ്തകം വായിക്കേ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവം, അത് കാശ് കൊടുക്കേണ്ടി വരും. നല്ല ദൈവദാസന്മാരുടെയൊക്കെ പുസ്തകം കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രീ കിട്ടുന്നതാണല്ലോ. നല്ല പുസ്തകങ്ങൾ വായിക്കേ, നല്ല ഭാഷാശുദ്ധിയുള്ള പുസ്തകങ്ങൾ വായിക്കേ, നല്ല പദപ്രയോഗങ്ങൾ ഉപയോഗിക്കേ. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളം സ്കൂളിൽ പഠിച്ചതാ. സോ ദ സെക്കൻഡ് സി, രണ്ടാമത്തത് കോമ്പിറ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ പ്രാപ്തൻ. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഇന്ന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ആ ശുശ്രൂഷ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ? പ്രാപ്തി എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വയസ്സുണ്ടോ എന്നല്ല കേട്ടോ. അപ്പോൾ അവന് നിങ്ങളെക്കാൾ കൂടുതൽ വയസ്സ് കാണും, വല്ല ഗുണമുണ്ടോ അതിനെക്കൊണ്ട്? ആർ യു കോമ്പിറ്റൻസ്? നാളെ എനിക്ക് വിശ്വസിച്ച് നിങ്ങളെ ആരെങ്കിലും ഒരാളെ അവിടുത്തെ പാസ്റ്റർക്ക് സുഖമില്ലാതൊക്കെ പോയി ഒരു ശുശ്രൂഷ ഇന്ന് വേണം, നിങ്ങളിന്ന് പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പറഞ്ഞു വിടാൻ പറ്റുമോ? പറ്റണം. അത് പ്രസംഗിക്കാൻ നേരത്ത് മാത്രമല്ല പ്രസംഗം ഉണ്ടാക്കേണ്ടത്. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പ്രസംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കേ. ദൈവവചനം വായിക്കുമ്പോൾ നല്ല മെസ്സേജസ് ഉണ്ടാക്കുക. നല്ല പ്രസംഗങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതെന്ന് എന്ത് ചെയ്യേ? വീണ്ടും പ്രസംഗിക്കേ. നീ അതിൽ നിന്നല്ല, നിന്റെ പോയിന്റ്സ് അനുസരിച്ച് ഉണ്ടാക്കുക. വചനം വായിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, ദൈവസ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് നീ നിൻ്റെതായ പ്രസംഗങ്ങൾ ഉണ്ടാക്കുക. പ്രിപ്പയർ യുവർ സെൽഫ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, സമയത്തിലും അസമയത്തിലും നീ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ബി കോമ്പിറ്റൻറ്റ്. വാ തുറന്ന് സംസാരിക്കുക. ബൈബിൾ വായിക്കുമ്പം വ്യക്തമായിട്ട് ഉറക്കെ വായിക്കേ. അതിനൊക്കെ ഞാൻ എൻ്റെ അപ്പച്ചനെ സമ്മതിക്കുന്നു. നോക്കിയിരുന്ന് വായിക്കാൻ സമ്മതിക്കത്തില്ല. ഉറക്കെ വായിപ്പിക്കും. അക്ഷരസ്ഫുടതയോടെ വായിക്കണം. കോമ്പിറ്റൻസ്. ഞാൻ എപ്പോഴും പറയേണ്ട, ഫുൾ ഗോസ്പലിലെ 10 പാസ്റ്റർമാർ നിന്നാൽ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരിക്കണം. വേഷം കൊണ്ട് മാത്രമല്ല, ഭാഷ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും എല്ലാം. ഗെറ്റ്സ് റെഡി. അതാ കാലേബ് ചെയ്തേ. കാലേബിന് അറിയായിരുന്നു ഒരു ദിവസം എനിക്ക് ഈ എബ്രോൻ മല, കാരണം മോശ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടും. സോ ഐ ഹാവ് ടു ബി കോമ്പിറ്റൻസ്. ഞാനത് ചെയ്തെടുക്കാനായിട്ട്, പ്രാപിക്കാനായിട്ട്, പിടിക്കാൻ പോകുന്നതിൻ്റെ അന്ന് അതിന് മുമ്പ് ഒരാഴ്ച ഉപവാസം എടുത്ത് ഫാസ്റ്റിംഗ് ഒക്കെ നടത്തി തടിയൊക്കെ നോ നടക്കാൻ പോകുന്ന കാര്യമല്ല. അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുണ്ട്, അന്നത്തെ ബലം എനിക്ക് ഇന്നുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ കീപ് യുവർ സെൽഫ് കോമ്പിറ്റൻസ്. നിന്നെ തന്നെ നീ എന്ത് ചെയ്യുക? പ്രാപ്തനായിട്ട്, ശക്തനായിട്ട്. കാരണം അങ്ങനെയുള്ളവരെ ദൈവം തമ്പുരാനും വല്ലതൊക്കെ
ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സി കഴിഞ്ഞു. മൂന്നാമത്തേലേക്ക് ദൈവം എന്ന് വെച്ചാൽ നമ്മൾ നാളെ കയറും. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.